പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രണയത്തിന്റെ മാധുര്യവും ഏകാന്തതയുടെ വേദനകളും വർണ്ണിക്കുന്ന പല കവിതകളിലും പ്രതീകമായി വന്നിട്ടുള്ള അമ്പിളിമാമനിലേക്കാണ് ഞാൻ ഇന്ന് ക്യാമറ തിരിച്ചത്. നാം വസിക്കുന്ന ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ മനുഷ്യന്റെ ഭാവനകളെ ഉദ്ദീപിപ്പിച്ച് അങ്ങനെ ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിൽ ചന്ദ്രൻ ഉണർത്തിയ ജിജ്ഞാസയുടെ ആധിക്യം അവനെ 1969 ജൂലൈ 20 ആ ചന്ദ്രന്റെ പരുവരുത്ത ഉപരിതലത്തിൽ നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യൻ കാലുകുത്തുന്നിടത്ത് വരെ എത്തി. മാനവിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കാൽവയ്പായാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തോളം വലിപ്പമുള്ള ധിയ എന്ന ഒരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുകയും അതിന്റെ പ്രകമ്പനത്തിൽ ഭൂമിയിൽ നിന്നും തെറിച്ചുപോയ അവശിഷ്ടങ്ങൾ ഒത്തുചേർന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇതിനെ ഭീമൻ ആഘാത സിദ്ധാന്തം അഥവാ ജൈന്റ് ഇമ്പാക്ട് ഹൈപ്പോതെസിസ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ അവിടെ പകൽ സമയങ്ങളിൽ 120 ഡിഗ്രി സെൽഷ്യസ് ചൂടും രാത്രി അത് -130 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാറുണ്ട്. നാം ഈ കാണുന്ന പാടുകൾ നിരവധിയായ ഉൽക്കാപതനങ്ങൾ മൂലം ചന്ദ്രോപരിതലത്തിലുണ്ടായ ക്രൈറ്റ്സുകളാണ് അഥവാ അഗാധ ഗർത്തങ്ങളാണ്. ഭൂമിയുടെ 1/6 മാത്രമാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണം. അഥവാ 60 കിലോ വെയിറ്റുള്ള ഒരാൾ ചന്ദ്രനിലെത്തിയാൽ അത് വെറും 10 കിലോ ആയി മാറും. ചന്ദ്രന്റെ ഈ ഗുരുത്വാകർഷണം മൂലമാണ് ഭൂമിയിലെ സമുദ്രങ്ങളിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന തെളിച്ചമില്ലാത്ത ഈ കറുത്ത ഭാഗം അറിയപ്പെടുന്നത് മരിയ എന്നാണ്. ഇത്ര സുന്ദരനായ ചന്ദ്രനിലും കളങ്കമുണ്ട് എന്ന് കവികൾ പറയുമ്പോൾ ഈ കാണുന്ന ഭാഗത്തെയാണ് കവികൾ വിവക്ഷിക്കാറുള്ളത്. ഇത് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊലിച്ച് അതിൽ നിന്നും ഉരുകിയൊലിച്ച ബസാൾട്ട് ശിലകൾ തണുത്തുറഞ്ഞുണ്ടായ വലിയ സമതലങ്ങളാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ചാന്ദ്ര പരിവേഷണ പദ്ധതികൾ അറിയപ്പെടുന്നത് ചന്ദ്രയാൻ എന്നാണ്. ചന്ദ്രയാൻ 1, 2, 3 എന്നീ ഉപഗ്രഹങ്ങൾ നമ്മൾ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലോകത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ചത് നമ്മുടെ ചന്ദ്രയാൻ 3-നെയാണ്. ചന്ദ്രയാൻ 3-ലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ നടന്ന് നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. Hi friends, please subscribe and share my channel with your valuable comments. Okay, thank you.